ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിന് പുറത്തുള്ള ഒരു ദേശീയ പ്രശ്നത്തിൽ ശരീരവും സമയവും സാന്നിധ്യവും സമർപ്പിച്ച് ഇടപെടുന്ന വളരെ വിശേഷാർഹമായ ഒരു രംഗത്തിനാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. നമ്മുടെ രാജ്യസഭാംഗം എ റഹീം സാറും മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ സാറുമൊക്കെ നമ്മുടെ യലഹങ്കയിലെ ഒഴിപ്പിക്കൽ സ്ഥലത്ത് ചെന്ന് അവരുടെ വിഷയങ്ങളെ നേരിട്ട് കണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ചാനലുകളോട് പറഞ്ഞ് വിശദമായ കുറിപ്പുകൾ എഴുതി അതിൽ കർണാടകയിലെ ഗസ എന്ന പേരിലൊക്കെ സാഹിത്യവും ചരിത്രവും ആഗോള സംഗതികളുമൊക്കെ ചേർത്ത് മനോഹരമായി എഴുതിയ കുറിപ്പുകളിലൂടെ വളരെ ശ്രദ്ധേയമായ സംഗതികളോടൊപ്പം നമ്മുടെ റഹീം സാറിൻ്റെ ഇംഗ്ലീഷും ശ്രദ്ധേയമായി. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, അങ്ങനെ ട്രോളുന്ന കാര്യമില്ല, പുള്ളിയുടെ ഭാഷാപരമായ ഇതെല്ലാം ശരിയാ സാർ, ഇതെല്ലാം സംഗതി സത്യമാണ്. ബട്ട് നമ്മളൊരു സ്ഥലത്ത് പോയി ഇരിക്കുമ്പോൾ ആ സ്ഥലത്തിനനുസരിച്ച് ഉയരാൻ കഴിയുമെങ്കിൽ നമ്മൾ ഉയരണം. അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ഒന്നും പറയരുത്. കാമരാജിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പക്ഷേ മേൽവിലാസമുള്ള ഡിഗ്രി കയ്യിലുള്ളപ്പോൾ നമ്മളതിന് മെനക്കെട്ട് നമ്മളെ ബിൽഡ് ചെയ്തെടുക്കുക, അല്ലാതെ ഈ പറഞ്ഞ കാര്യം കൂടി ഒരു ഭാഗമാണ്. അതിനിപ്പോൾ ഇപ്പോഴുള്ള അണികളെല്ലാം വന്ന് അങ്ങയെ സംരക്ഷിക്കും, അങ്ങ് വികാരപരമാവും എന്നൊക്കെ പറയുന്നത് കൊണ്ട് അങ്ങയുടെ പരിമിതി ഇല്ലാതാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ പരിമിതിയെ മാറ്റുക. ഇതൊരു തവണയല്ല, ഇതിന് മുമ്പ് അങ്ങ് ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രസംഗത്തിന് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുക. 6 മാസം കൊണ്ടൊക്കെ നല്ല സ്മൂത്താക്കി ഇമ്പ്രൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. E.T. മുഹമ്മദ് ബഷീറൊക്കെ അദ്ദേഹമൊന്നും വലിയ വിദ്യാഭ്യാസ ചുറ്റുപാടുകളിലുള്ള ആളല്ല, പക്ഷേ സാമാന്യേന ഭംഗിയായി അദ്ദേഹമൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. നമുക്കിപ്പോൾ തരൂരിൻ്റെ അത്രയൊന്നും ആയില്ലെങ്കിലും ഈ പറയുന്ന സംഗതികളൊക്കെ ആയാൽ മതി. അപ്പം ഞാൻ എന്തോ ആവട്ടെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ദേശീയ സംഗതിയുമായി ബന്ധപ്പെട്ട ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത്, ചരിത്രപരമായി അങ്ങനെ ഒരു ദേശീയ സംഭാവനയും നൽകാത്ത ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളിലൊന്നാണ് പ്രബുദ്ധവും വിശാലവും വിജ്ഞാനാധിഷ്ഠിതവുമായ ഏറ്റവും ഉയർന്ന സംസ്ഥാനമെന്ന് പറയുന്ന കേരള സംസ്ഥാനം. കേൾക്കുമ്പോൾ ചിരി തോന്നും. നിങ്ങൾ കണ്ടിട്ടില്ലേ, നക്സലുകളെ കാട്ടിൽ വെടിവെച്ച് കൊല്ലുന്നു. നക്സലിസം ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല, കുറ്റകരമാണ്. പക്ഷേ ആ വെടിവെച്ച് കൊല്ലപ്പെടുന്നതല്ല ആരാ? പരവര റാവു, പപ്പര റാവു, മുരുകേഷ്, ഗണേഷ് എന്നൊക്കെ പറയുന്ന തമിഴ്നാട്ടുകാരോ ആന്ധ്രാക്കാരോ തെലുങ്കാനക്കാരോ ബീഹാറുകാരോ ഒക്കെയാണ് കൊല്ലപ്പെടുന്നത്. മലയാളികളായ ആകെ പിടിക്കാൻ പറ്റുന്നത് ഇല്ല, വീട്ടിൽ നോട്ടീസ് ഇരുന്നെന്നും പറഞ്ഞ് ചായ കുടിച്ച അലനെയും താഹായെയൊക്കെ പിടിക്കാൻ കിട്ടുള്ളൂ. അവത്തങ്ങളാരും ഇതൊന്നും ചെയ്തതല്ല. എന്താ എൻ്റെ സംഗതി എന്ന് ചോദിച്ചാൽ, നാട്ടിൽ നല്ല സുഖമായി പഞ്ചായത്ത് പ്രസിഡൻ്റായി, മണ്ഡലം പ്രസിഡൻ്റായി, ബാങ്കിൻ്റെ സെക്രട്ടറിയായി, ബോർഡ് മെമ്പറായി, വസ്തു കച്ചവടക്കാരനായി, മറിപ്പുകാരനായി, നോട്ടക്കൂലിക്കാരനായി നിൽക്കുന്ന മലയാളി ഏതെങ്കിലും ദേശീയ വിഷയത്തിൽ ചാടി രംഗത്തിറങ്ങുമോ? ഇറങ്ങിയ ചരിത്രമുണ്ടോ? ഇല്ലെന്നുള്ളതാണ് ഉത്തരം. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള വലിയ ചരിത്രപരമായ സംഗതികൾ എന്തുവാ പറയുന്നത്? മാറുമറയ്ക്കാൻ വേണ്ടി, അമ്പലത്തിൻ്റെ വഴിയിലൂടെ പോകാൻ വേണ്ടി, ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി ഈ സമൂഹത്തിലെ ദരിദ്രരായ, പാവപ്പെട്ടവരായ, പിന്നോക്കക്കാരായ ആളുകൾ നടത്തിയ സമരങ്ങൾക്കപ്പുറത്ത് വലിയ ബുദ്ധിയും ചിന്തയും എഴുത്തും ഫേസ്ബുക്കിൽ പോസ്റ്റും പാലസ്തീനിലെ ഗസായും ഒക്കെ പറയുന്ന ഗ്രേഡിലുള്ള ഒരാളുകളും കേരളത്തിലൊരു കുന്തവും ചെയ്തിട്ടില്ല. സുഖകരമായി ജീവിച്ചിട്ടേ ഉള്ളൂ. പണ്ടീ പറഞ്ഞ അജിതയും വേണുവും ഒക്കെ ഒരു കാലത്ത് അവർ കാണിച്ച പ്രവൃത്തിയെ അബദ്ധവും വഴിപിഴച്ചവരൊന്നുമാണ് കേരള സമൂഹം മുദ്രകുത്തിയത്. അവർക്കാർക്കും കേരളത്തിലൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റിയില്ല. ചിലർ ദൈവവഴിയിൽ പോയി, മറ്റു ചിലർ എഴുത്തുകാരും ആക്ടിവിസവുമായി അനാഥരായ ആളുകൾ അലയുന്നത് പോലെ അലയുക. ഒന്നും നടന്നിട്ടില്ല. ഇവിടെ കേരളത്തിൽ നമ്മൾ വാഴ്ത്തപ്പെടുന്ന ഒരുപാട് രാജാക്കന്മാരുണ്ടല്ലോ, പോരാട്ട രാജാക്കന്മാരെന്നൊക്കെ പറയുന്ന വീരപഴശ്ശി, ബേലിത്തമ്പി ദളവ, നമ്മുടെ തിരുവനന്തപുരത്തെ മഹാരാജാവ് എന്നെല്ലാം പറയുന്നവരാരാ? അവരെല്ലാം ബ്രിട്ടീഷ് ഭരണത്തിനും അതുപോലെയുള്ള സംവിധാനങ്ങൾക്കും ചേർന്ന് നിന്ന് അതിൻ്റെ കപ്പവും പിരിച്ച് അങ്ങനെ പോകുന്നതിനിടയിൽ അവർക്ക് വ്യക്തിപരമായി നഷ്ടമുണ്ടായപ്പോൾ, ഒന്നെങ്കിൽ കപ്പം കൊടുക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നികുതി പിരിക്കാൻ അനുവദിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും രാജ്യത്ത് അവർ ഉദ്ദേശിക്കുന്ന പരാക്രമം നടത്താൻ ഒക്കാതാവുമ്പോഴാണ് എതിര് പ്രവർത്തിച്ചതും. അതിൽ 2 പേരും ആത്മഹത്യ ചെയ്തത്. വീരപരശിയും ആണ്ട് മോതിരം വിഴുങ്ങി എന്നാണ് പറയുന്നത്. പിന്നെ അതൊക്കെ മാറ്റി വീരപരശിയാക്കി. വേലുത്തമ്പി ദളവായും ഇതുപോലെ ആത്മഹത്യ. അത് നമ്മൾ പറയുന്നത് എന്തോ അവർക്ക് പിടി കൊടുക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ചരിത്രത്തിലെന്നും ആത്മഹത്യ ചെയ്യുന്നവനെ ഭീരു എന്നാണ് വിളിക്കുന്നത്. അതിനി പൊട്ടിത്തെറിക്കുന്ന പിന്നെ കോയാമാരായാലും ആ പേരിലുള്ളവരായാലും അവരായാലും അതെല്ലാം ഭീരുക്കളാണ്. അല്ല, അതിനപ്പുറത്ത് അത് ധീരതയൊന്നുമല്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ചരിത്രമാണ് കേരളത്തിനുള്ളത്. ആകെ കേരളത്തിൽ ഒരു ദേശീയ അടിസ്ഥാനത്തിലുള്ള
ഒരു സമരം അല്ലെങ്കിൽ ഒരു പോരാട്ടം നടന്നു എന്ന് പറയുന്നത് മലബാർ കലാപം മാത്രമാണ്, അല്ലെങ്കിൽ മാപ്പിള ലഹള മാത്രമാണ്. അതും ഖിലാഫത്ത് എന്ന പേരിൽ തുടങ്ങി പിന്നെ അത് പല ഭാഗങ്ങളിലും പല തരത്തിലേക്ക് വഴിതിരിച്ചൊക്കെ പോയി പല ആളുകളും വർഗീയ ലഹളയായിട്ടൊക്കെ മാറുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് സംഗതി എത്തി. അതിനപ്പുറം ആ ഒരു പോരാട്ടം ദേശീയ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു. അതിനപ്പുറം ഒരു സംഗതിയില്ല. ഇനി ആ ദേശീയ താല്പര്യത്തോടൊപ്പം അന്നത്തെ കർഷകന്മാരും കുടിയാന്മാരുമായിട്ടൊക്കെ ഉള്ള പ്രതിഷേധവും അതിനകത്തുണ്ടായിരുന്നു. അല്ലാതെ എന്ത് പിണ്ണാക്കാ കേരളത്തിലെ ദേശീയ തലത്തിൽ ഇടപെട്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാമോ? ഇവിടെയുള്ള ഒരു ശിവദാസൻ എം പിയോ മറ്റോ മഹാരാഷ്ട്രയിൽ പോയാണ് കർഷക സമരത്തിന് നേതൃത്വം നൽകിയത്. മഹാരാഷ്ട്രയിലെ കർഷകനാണ് നടന്നത്. കേരളത്തിലെ കർഷകൻ എന്താ നടക്കാഞ്ഞത്? കേരളത്തിൽ കർഷകനില്ല. ഇവിടുത്തെ കൃഷി എന്തുവാ? സബ്സിഡി അടിക്കുക, മറിച്ച് വിൽക്കുക, ഇൻഷുറൻസ് തുക കൃഷിക്കാരനാണെന്നും പറഞ്ഞ് വെട്ടിച്ചെടുക്കുക, കാർഷിക വായ്പ കള്ളം പറഞ്ഞ് വാങ്ങിക്കുക, അല്ലാതെ കർഷകനില്ല. അപ്പോൾ എന്ത് ദേശീയ സമരം ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാമോ, CAA NRC സംഗതി വന്നപ്പോൾ ഈ രാജ്യത്താകെയും നമ്മുടെ നാട്ടിലും ഒക്കെ എല്ലാവരും ഒന്ന് പകച്ചു പോയായിരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. സത്യത്തിൽ അന്ന് ഉത്തരം നൽകിയത് ഉത്തരേന്ത്യയിലെ ക്യാമ്പസാണ്, അലിഗഡിലെ ക്യാമ്പസാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസാണ്. ഇവിടുത്തെ ഏത് ക്യാമ്പസിൽ നിന്ന് എന്തുണ്ടായി? ആര് ചാടി ഇറങ്ങി? കേരള യൂണിവേഴ്സിറ്റിയിൽ വല്ലതും ഉണ്ടായോ? എന്തിന് മലബാറിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വല്ലതും ഉണ്ടായോ? MG യൂണിവേഴ്സിറ്റിയിൽ വല്ലതും ഉണ്ടായോ? ഇവിടുത്തെ കേരളത്തിലെ മന്ത്രിമാരാരെങ്കിലും അവിടെ പോയി എന്തെങ്കിലും സംഗതികൾ ചെയ്തോ? കർഷക സമരം വന്നപ്പം വല്ലവരും പോയി ചെയ്തോ? രാഷ്ട്രീയ നേതാക്കൾ വല്ലവരും പോയി ചെയ്തോ? കേരളത്തിലാകെ കൃഷി എന്തുവാ? ഈ വേലയിറക്കി ആളുകളെ പറ്റിച്ച് പദവി ഒപ്പിച്ച് നല്ല സുഖമായിട്ട് ഞണ്ണി കുറേ ആദർശവും പറഞ്ഞ് ജീവിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അന്ന് ഇന്ത്യൻ ക്യാമ്പസാണ് കാണിച്ചത്. കേരളത്തിലിപ്പോൾ SFIയുടെ ശിവപ്രസാദും മറ്റൊരുമൊക്കെ ഉണ്ടല്ലോ, VC ആവുന്നതിനെതിരെ SFI അങ്ങനെ ചെയ്തു. KSUവിൻ്റെ അലോഷ്യസ് മറ്റൊരു മറിച്ചവരൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ആ എതിർത്ത VC ഒക്കെ ഇപ്പോൾ ആ VC കസേരയിൽ ഇരിക്കുന്നില്ലേ? എന്ത് പോരാട്ടമാണ്? ഒന്നും ഉണ്ടായില്ല. അന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസം കുറവുണ്ടെന്ന് പറയുന്ന സ്ഥലത്തുള്ള സംസ്ഥാനങ്ങളിലെ ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സംഗതിക്ക് നേതൃത്വം നൽകിയത്. ഈ രാജ്യത്തെ എന്തെല്ലാം ഭാഗങ്ങളിൽ കുടിലുകൾ പൊളിച്ച് എന്തെല്ലാം സമരങ്ങൾ നടത്തുന്നു? ആര് പോയി അവിടെ ഇരുന്ന്? ആര് പോയിരുന്ന്? ആകെ ഈ യൂത്ത് ലീഗിൻ്റെ കുറച്ച് CK സുബേർ അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഒരു തവണ വൃന്ദാക്കാരായിട്ട് പോയിട്ടുണ്ട് ഡൽഹിയിൽ പൊളിച്ചപ്പം. അല്ലാതെ വേറെ ഏത് നേതാക്കളാണ് പോയിട്ടുള്ളത്? എല്ലാവരും കേരളം വിടുമ്പോൾ പറ്റുമെങ്കിൽ വസ്ത്രധാരണത്തിൽ വരെ മാറ്റം വരുത്തി എന്താണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലാണ് അവിടെ പോകുന്നത്. എന്താ വൈ ഐ ആം എ ഹിന്ദു എന്നും പറഞ്ഞ് പുസ്തകം എഴുതിയ തരൂര് ഇപ്പം തിരിച്ചു കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മണിയടിച്ച്. അതാണ് കേരളത്തിൻ്റെ കൾച്ചർ. അപ്പോൾ കേരളത്തിൽ ഈ ദേശീയ സമരം ഒന്നും ഉണ്ടായില്ല. NRCയും അതുമൊക്കെ വന്നപ്പോൾ കേരളത്തിൽ ജമാഅത്തുകളും മഹല്ലുകളും സമരത്തിനിറങ്ങിയപ്പോൾ 30% മുസ്ലിങ്ങളുടെ വോട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ബാക്കി രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിൻ്റെ കൂടെ കൂടിയിട്ട് എന്താ ചെയ്തത്? ഒരു യാഥാർത്ഥ്യവും ഇല്ലാത്ത കാര്യങ്ങളിൽ പ്രമേയം അവതരിപ്പിച്ചു, പ്രസംഗിച്ചു, നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി. ഏത് പൊടിക്കുഞ്ഞിനും അറിയത്തില്ലേ എത്ര പ്രമേയം പാസ്സാക്കിയാലും രാജ്യ സർക്കാർ വിചാരിച്ചാൽ ഇതുകൂടെ നടക്കുമെന്ന്. അപ്പോൾ ആരെ കളിപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്തത്? ഒരു കാര്യമില്ല. ഒരു ദേശീയ പ്രസക്തമായ സംഗതിയൊന്നുമില്ല. അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, രാജ്യം മൊത്തം വിരുദ്ധ അഭിപ്രായമുണ്ടായ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എല്ലാ രാജ്യത്തും കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സാണ് ജയിച്ചത്. കേരളത്തിലെ പ്രമാണിമാരെല്ലാം കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. എന്താ കാര്യം? സിമ്പിളാണ്. എല്ലാ സുഖസൗകര്യങ്ങളോടും സന്ധി ചെയ്ത് സസുഖം വാഴുകയാണ് ഇവിടെ ഇപ്പോൾ ഈ കർണാടകത്തിൽ പോയി കാണിച്ചതും ഇനി മറ്റേത് പോയി കാണിച്ചതും എല്ലാം രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ട് ഈ സൈബർ അണികളെയും ബാക്കിയുള്ളവരെയും കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അഭ്യാസമാണ്. ഇതൊരു പാർട്ടിയുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്, എല്ലാ പാർട്ടിയുടെ കാര്യവും പറഞ്ഞ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് കേരളം ദേശീയ സമരങ്ങളോട് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ മാങ്ങാത്തൊലിയാണ് കേരളത്തിൻ്റെ സംഭാവന. ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയത്തിൽ പോലും ഉണ്ടായിട്ടില്ലല്ലോ. രാഷ്ട്രീയത്തിൽ പോലും ചില പ്രമാണിമാരൊക്കെ അവിടെ പോയി ഇരുന്നു എന്നുള്ളതല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് AICCയുടെ ചുമതലയുള്ള ഒരു ദേശീയ ജനറൽ സെക്രട്ടറിയായി KC വേണുഗോപാൽ വന്നപ്പോഴാണ് ഓരോ ആളുകൾ ഓരോ കാര്യത്തിന് കർണാടകയെ ബന്ധപ്പെടാനും അവിടെ ബന്ധപ്പെടാനും മധ്യപ്രദേശിൽ ബന്ധപ്പെടാനും എന്ന് പറയുന്ന ആ ബന്ധപ്പെടലുകളെന്ന് പറയുന്ന ഒരു സംഗതി പോലും ഉണ്ടായത്. ഇതിനു മുമ്പ് ആൻ്റണിയൊക്കെ ഇരുന്നപ്പോൾ ആൻ്റണി അവിടെ പോയെങ്കിൽ ഇരുന്നത് ആദർശം തലയെ വെച്ചുകൊണ്ട്, അല്ലാതെ ഒരു കുന്തം ഉണ്ടായിട്ടില്ല. അതാണ് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള സംഭാവന. ഇവിടെ എല്ലാവരും കൂടെ കിടന്ന് ഈ ബാത്ത് ടബിൽ കിടന്ന് പിടിയും വലിയ ഇടുന്നു എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ദേശീയ തലത്തിൽ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ഒരു സംഗതിക്ക് വേണ്ടി അവിടെ പോയി നിന്ന് ഇംഗ്ലീഷും മലയാളവും തട്ടുന്ന ഇവരെ കാണാനിടയായത്. അതുതന്നെ ഒരു ഭാഗ്യം. ചരിത്രത്തിൽ സൂക്ഷിച്ചു വെച്ചോണം. ഇനി ഒരിക്കലും ഇതുണ്ടാവുമെന്ന് വിചാരിക്കരുത്. സുനാമി പോലെ നമ്മുടെ ജീവിതകാലത്ത് ആകെ കാണാവുന്നൊരു കാഴ്ചയാണ് അത്.